പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രേവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കരുത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന് വേണ്ടി നിൽക്കുമ്പം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവനെ സ്നേഹിക്കുക, അവന് വേണ്ടി ജീവിക്കുക. അത് എളുപ്പമുള്ള കാര്യമല്ല. ഈ ലോകത്തിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നവർ വിശ്വാസികൾക്ക് മാത്രമേ സാധനം കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറയാൻ തുടങ്ങി നമുക്കൊക്കത്തില്ല. അല്ലെ അങ്ങനെയുമായിട്ടുള്ള ബന്ധമുള്ളൂ. അതൊക്കെ പക്ഷേ ചില സീരിയസ് ആയിട്ടുള്ള മാറ്റം വിവാഹ ജീവിതത്തിൽ, അതുപോലെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലൊക്കെ വിശ്വാസികളുമായിട്ട് മാത്രമായിരിക്കണം ബന്ധം. ബിസിനസ്സിലും വിശ്വാസികളുമായിട്ടാണ് ഏറ്റവും ഉചിതമായത്. അങ്ങനെയുള്ളവരെ കാണാൻ കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഭാരം അറിയത്തുള്ളൂ. എന്താന്നേലും കർത്താവിന് നിർബന്ധമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തന്നെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം. കർത്താവ് വിശുദ്ധനാകിയാൽ അവിടെയൊന്നും ഒരു കളങ്കമില്ല. കർത്താവ് സ്വർഗത്തിലിരിക്കുമ്പോൾ യെശയ്യാ പറയുന്നത് പോലെ സാറാഫുകളും കെറൂബുകളും 6 ചിറകുള്ളവർ 2 ചിറക് വെച്ച് കാലും മൂടി 2 ചിറക് വെച്ച് മുഖം മൂടിയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി 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 എന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ ഹോളിനെസ് അല്ലെങ്കിൽ വിശുദ്ധി സ്വർഗത്തിലെന്തിനാ ഇത് പറയുന്നത്? അവിടെ പിശാച് കയറത്തില്ല. പക്ഷേ there itself അവിടെ പോലും ഈ അതിവിശുദ്ധൻ വിശുദ്ധൻ 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 എന്ന് പറയുമ്പം ആ വിശുദ്ധി ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഭവനങ്ങളിൽ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും എനിക്കറിയാവുന്ന ഒരു പേഴ്സണലായിട്ടുള്ളവർ വീട്ടിൽ വരും, പ്രശ്നങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനുമായിട്ട് വരും. വരുന്നതിന് മുൻപേ വേലിക്ക് തൊട്ട് വാതിക്കൽ തൊട്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെ നിർത്തും. ഊരിപ്പിടിച്ച വാളുമായിട്ട് അവിടെ നിൽക്കണം. ദൈവത്തിൻ്റെ ആത്മാവല്ലാത്ത ഒരാളകത്ത് കയറരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരിക്കണം. എന്നാലും ചിലപ്പോൾ നമുക്കറിയാം വീട്ടിനകത്ത് കലക്കം വരുന്നത്. പക്ഷെ നമ്മളത് തീക്ഷ്ണമായിട്ട് എടുക്കുമ്പോൾ ദൈവദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നത് സത്യമാണ്. കർത്താവ് നിർത്തിത്തരും. സെക്രിയായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ തീയുടെ മതിലാണ് നിനക്ക് ചുറ്റും നിർത്തിയിരിക്കുന്നത്. എൻ്റെ മഹത്വമാണ്. മഹത്വം മീൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നിൻ്റെ ഭവനത്തിനകത്ത് നിൻ്റെ ഉള്ളിലും വരാൻ പോകുന്നത്. അത് വരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല തട്ടാണല്ലോ. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5 ക്യാരക്ടറാണ്. ഒരു തീരുമാനം എടുക്കുമ്പം നമ്മൾ അപ്പനമ്മമാർ മക്കളെ വളർത്തുമ്പം അവർക്ക് സ്വന്തം പൈസ ഉണ്ടാകുന്നിടം വരെ അവർ കടിച്ചു പിടിച്ച് നമ്മൾ പറയുന്നത് അനുസരിക്കും. പക്ഷെ സ്വന്തം അവരുടെ കാശ് കയ്യിൽ വരുമ്പം പിന്നെ നമ്മളെ അവർക്കൊരു ബലയില്ല. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നായിരിക്കണം, നമ്മൾ മാതാപിതാക്കളെ അത്രയ്ക്കാണ്. പക്ഷേ അത് എന്നാൽ ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു കാര്യസ്ഥൻ അല്ലെങ്കിൽ പ്രായം ചെന്ന അപ്പച്ചനുണ്ടെങ്കിൽ അപ്പനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യത്തില്ല. അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഭാര്യ പറയും, ഞാൻ ഭർത്താവിനോട് ചോദിക്കാതൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഒന്ന് ചോദിച്ച് നോക്കിക്കേ. പലപ്പോഴും ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ ചോദിക്കാതിരിക്കുന്നതും ചോദിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം. അത് തന്നെയാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നീ എന്നെ അറിയുന്നുണ്ടല്ലോ. കർത്താവ് പറയുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 12 ഞാൻ എടുക്കുന്നത്. 12 കഴിഞ്ഞ ദിവസം പറഞ്ഞ കപടഭക്തിക്കാരെ സൂക്ഷിച്ചു കൊള്ളുക. എന്താ പറയുന്നത്? നീ മൂടി വെക്കുന്നതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും, ഇരുട്ടത്ത് പറയുന്നത് വെളിച്ചത്ത് ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽ ദൈവത്തിന് വിപരീതമായ ഒരു കാര്യം കയറാൻ എനിക്കിഷ്ടമില്ല എന്ന് ദൈവത്തോട് പറയുക. ജീവിക്കുന്ന കാലത്ത് നമുക്ക് എളുപ്പമല്ല, പക്ഷെ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം കേൾക്കും. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ എന്തിനാ ഭയപ്പെടേണ്ടത്? നിന്റെ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടണ്ട, നിന്റെ ദേഹിയെയും നിന്റെ ആത്മാവിനെയും കൊല്ലുന്നവനെ മാത്രം ഭയപ്പെട. അത് ദൈവമാണ്. അപ്പം നമ്മുടെ ദേഹിയും ആത്മാവും ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് ഈ പത്രോസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തതുപോലെ ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവം ചോദിച്ചു. ആ സ്നേഹത്തിന് കഴിയുമ്പോഴത്തേക്ക് പിശാചിന് പിടിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ പദവി മാറുകയാണ്, നമ്മുടെ തലം മാറുകയാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് ദൈവശക്തി ഇറങ്ങുകയാണ്. ആ ദൈവശക്തിയുടെ വ്യാപാരം ചുറ്റുപാടും അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നത്, നീ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. എല്ലാവരോടും പറയുന്നില്ല. അപ്പം എൻ്റെ ഭർത്താവിനെ കുറിച്ച് വേറൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് പിടിക്കൂല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അപ്പം എൻ്റെ മക്കളെക്കുറിച്ച് വേറൊരാൾ അഭിപ്രായം പറഞ്ഞ് അഴുക്ക് പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്കറിയാം എൻ്റെ മക്കളുടെ സ്വഭാവം, എനിക്കറിയാം എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ പറഞ്ഞു
എൻ്റെ മരുമൻ പറയും പറഞ്ഞോ പറ എന്ന് മാത്രമേ അവന് അറിയത്തുള്ളൂ. അവന് അമേരിക്കൻ, അവന് ആകെ 2 വേർഡ് അറിയാമെന്ന്, പറ മമ്മി പറ എന്ന് പറയും, പറഞ്ഞോളാൻ പറയും. വചനം പറയാനാണ് ഈ പറയുന്നത്. പറയാനുള്ള അധികാരം തരുന്നത് they know that we are standing in the spirit. അത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. മനുഷ്യൻ്റെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. എന്തോ ഒരു വലിയ പദവിയല്ലേ. മനുഷ്യരുടെ മുമ്പിൽ നീ എന്നെക്കുറിച്ച് കർത്താവ് വലിയവനാന്ന് ഞാൻ ഇവിടെ നിന്ന് ഏറ്റുപറയുമ്പം ദൈവദൂതന്മാരത് കേട്ടിട്ട് അവർ പോലും ഏറ്റുപറയാൻ തുടങ്ങുന്നു. അപ്പോൾ വായുമണ്ഡലം, അതാണ് ഞാൻ പലപ്പോഴും ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നത്, വായുമണ്ഡലത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ രക്തം വീഴുന്നില്ല. അതിന് പ്രാർത്ഥിക്കുന്നുമില്ല ആരും. എന്നാൽ മറ്റ് ചാൻറ്റിങ് ചെയ്യുന്നവർ, അവരയക്കുന്ന ശക്തികൾ കാർമേഘം പോലെ ചുറ്റും നിൽക്കുന്നത് കാണാം. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥന ഒരു 2 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിൽ കയറും. പ്രത്യേകിച്ച് ഞങ്ങൾ നന്നൂരൊക്കെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കും. അവിടെ ചുറ്റുപാടും വെള്ളമാണ്. അപ്പോൾ നമ്മളവിടെ ഒരു വീടുണ്ട്, ചുറ്റുപാടും കണ്ടം പോലത്തെ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് വെള്ളം ഇഷ്ടമായതുകൊണ്ട് നമ്മളവിടെ വാങ്ങിച്ചാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ മുകളിൽ 2 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരെ പ്രാർത്ഥന ചെന്നിട്ട് അതേപോലെ തിരിച്ച് താഴെ വീഴുന്നത് കാണാം. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താ? വായുമണ്ഡലത്തിൽ വേറെ ശക്തി നിൽക്കുന്നു. വായുമണ്ഡലത്തിൽ വേറെ ശക്തി നിൽക്കുന്നത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയുടെ ശക്തി പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ അവിടെ ഇല്ല. അവിടെയും ചർച്ചുകളുണ്ട്, അവിടെ ടെമ്പിളുണ്ട്, അവിടെ മോസ്കുണ്ട്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അത്രമാത്രം അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ എന്നെ വായുവിനോട് സാക്ഷ്യം പറ. വായുവിനും വെള്ളത്തിനുമൊക്കെ ജീവനുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റു പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിക്കളയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിലും തള്ളിക്കളയും. അപ്പം ദൈവത്തിൻ്റെ ഒരു സൈന്യമാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഒരു സൈന്യം എനിക്ക് ചുറ്റും നിൽപ്പുണ്ട്. ഉണ്ടോ? ഞാനീ പറയുന്ന സാക്ഷ്യം ദൈവദൂതന്മാരെ ഏറ്റെടുത്തിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ സൗദിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ഇന്നത്തെ സൗദിയല്ല, അന്ന് സൗദിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം മുത്തവന്മാർ ഓരോ വീടുകളിലും കയറി പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ വേദപുസ്തകം എടുത്തുകൊണ്ട് പോകും. നമ്മുടെ ഭർത്താക്കന്മാരെ പിടിച്ചു, ആണുങ്ങളെ അവരെ പിടിച്ചുകൊണ്ട് പോയി ജയിലിലിടുമായിരുന്നു. ഞങ്ങൾ അരാംകോയ്ക്ക് അകത്ത്, അമേരിക്കൻ കമ്പനിക്ക് അകത്തായിരുന്നുകൊണ്ട് നമുക്കില്ല, പക്ഷേ പുറത്തുള്ളവർക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അന്നൊക്കെ മനുഷ്യൻ പേടിച്ചിട്ടാണ് വേദപുസ്തകം എടുത്തവർ. പക്ഷേ ദൈവം തമ്പുരാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരെ എവിടെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ വചനം ഏറ്റവും കൂടുതൽ പഠിച്ചതും വചനം. അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ എഫക്റ്റാണോ ഇന്നിപ്പം ദേശത്ത് ഓപ്പണായിട്ട് വർഷിപ്പ് ചെയ്യാനും പ്രാർത്ഥന നടത്താനും ഒക്കെ സൗകര്യം സൗദിയിലെ സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ സ്വാതന്ത്ര്യം നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്ന് ഉപയോഗിക്കേണ്ടത് മനുഷ്യൻ്റെ ജോലിയാണ്. അപ്പം ദൈവത്തിൻ്റെ മനുഷ്യപുത്രൻ അർത്ഥം മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നതിന് ദൈവദൂതന്മാരുടെ മുമ്പിൽ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത്, ആ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കോമ്പൗണ്ടിനകത്ത്, നമ്മുടെ വീടിന് ചുറ്റും തോളോട് ഇങ്ങനെ അതിൻ്റെ ദൈവദൂതന്മാരുടെ ചിറക് ഒന്നിനോടൊന്നും ചൊട്ടിട്ട് വീടിന് ചുറ്റും ഇങ്ങനെ കവചം വെച്ച് നിൽക്കും. അങ്ങനെ നിന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥന മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരൊറ്റ ശത്രു അവിടെ കയറും. അത് നമ്മൾ വർഷത്തിലൊരിക്കൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടുമായിരുന്നു, വചനം പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നിച്ചു. അന്നേരം ഇതേപോലെ നമ്മൾ അവിടെ ചോദിന്ന് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അവർ ചുറ്റും ഇങ്ങനെ ദൂതന്മാർ നിൽക്കും. ഒരൊറ്റ ശത്രു നമ്മൾ പ്രാർത്ഥന നടത്തുന്നിടത്ത് അടുക്ക പോലും വരുത്താതെ ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. പല ഇൻസിഡൻസ് മറ്റുള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അരാംകോയുടെ പുറത്ത് വെച്ച് നമ്മൾ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് സഹായമായിട്ട് നിന്നിട്ടുണ്ട്. കാരണം ദൈവദൂതന്മാരെ കാവൽ നിൽക്കാൻ ഞങ്ങൾ നേരത്തെ പറയും. മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ലേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു പറയുകയാണ്, ശരി നിങ്ങൾക്ക് എന്നെക്കെതിരായിട്ട് വേണേൽ സംസാരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു എങ്കിൽ അതിന് ക്ഷമയില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവമേ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാനോ പറയാനോ ഇടയാക്കരുതേ, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞ സാഹചര്യം വരാതിരിക്കുന്ന ഈ ലോകത്തിൽ സ്കൂളിൽ പിള്ളേർ പോയാൽ പോലും ഈ ഡ്രിങ്ക്സ്, ഡ്രഗ്സ്, ഈ പിന്നെ
എന്തെല്ലാം പാൻപരാഗ്, എന്തെല്ലാം സാധനങ്ങളാണ് കുഞ്ഞുങ്ങളിൽ, ഏതെല്ലാം തരത്തിലാണ് മിസ്യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ. നമ്മുടെ പരിശുദ്ധാത്മാവിനെയും ദൈവദൂതന്മാരെയും അറിഞ്ഞിട്ടാണോ ജീവിക്കുന്നത്? സർവ്വവ്യാപിയാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടോ? നമ്മൾ അവരെ ക്രിസ്തുവിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ സങ്കീർത്തനം 91 പറഞ്ഞിട്ടാണോ വിടുന്നത്? അത്യുന്നതിൻ്റെ മറവിലാണോ? തൂവൽ കൊണ്ട് അവരെ മറപ്പിക്കുന്നുണ്ടോ? ദൈവദൂതന്മാർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ടോ? അവർക്ക് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുകയെന്ന് അറിയണം. നമ്മൾ പറയണം. നമ്മൾ വാഗൊണ്ട് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വാഗൊണ്ട് പറയുന്നത് ദൈവം പോലും പറഞ്ഞതേ സംഭവിക്കും. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് പ്രാർത്ഥന കേൾക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഉള്ളിൻ്റെ എന്തരാത്മാവ്. പക്ഷേ ഡെലിവറൻസ് അല്ലെങ്കിൽ ആധികാരികമായിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉറക്കെ തന്നെ പറയണം. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി നമ്മൾ സാക്ഷികളായിട്ട് നിൽക്കുക. ദൈവം ചെയ്യുന്ന ചെറുതും വലുതിലും നന്ദിയുള്ളവരാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങളെ കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം എഴുന്നള്ളി വരിക. നിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന അപ്പച്ചൻ്റെ ആത്മാവ് തന്നെയാണ്. യേശുവിനെതിരായിട്ട് വേണമല്ലോ ഒക്കെ പറയാം. അത് എനിക്കിഷ്ടമല്ല കർത്താവ്, നിനക്ക് സങ്കടവും, അതുകൊണ്ട് അത് വേണ്ട. പക്ഷെ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ ചിന്തയിൽ പോലും കയറല്ലേ. എൻ്റെ മഹാശക്തി എന്തെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവ്, സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടാത്തതായ വഴികൾ പോലും അടച്ചു മാറ്റണമേ. ഞങ്ങളുടെ തലമുറകളെ വേണ്ടാത്ത വഴികളിൽ പോകാൻ ഇടരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികൾ അടഞ്ഞു പോട്ടെ. ജോസഫിനെ അപ്പച്ചൻ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ഇടിയിപ്പിച്ചതാണ്, അല്ലാതെ അവരാരും ഇട്ടതല്ല. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പൊക്കിയെടുത്ത് കർത്താവ് പൊത്തിഫോറിൻ്റെ അടുക്ക കൊണ്ടുപോയി, അവിടെയും പിന്നെയും കൊണ്ട് ജയിലിൽ കൊണ്ട്. ഇതൊക്കെ ഇടിയിപ്പിച്ചതാണ്. എന്തിന്? ജോസഫിൻ്റെ അനുസരണം പൂർണ്ണമാകുന്നതിടം വരെ അവൻ്റെ കാലിന്മേൽ ചങ്ങലയിട്ട് വിലക്കി വെച്ചു എന്നാണ് നീ പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ മക്കളെയൊക്കെ നീ പഠിപ്പിച്ചെടുക്കുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ചിന്തിക്കരുതേ അപ്പച്ച. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ആത്മാവിന് വിപരീതമായതെല്ലാം അഴിഞ്ഞു പോകട്ടെ, ഇസമയത്ത് അഴിഞ്ഞു പോകട്ടെ അപ്പച്ച. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ മഹാശക്തി ഈ മൺപാത്രങ്ങളിൽ ഉണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ഞങ്ങളുടെ ചിന്തയിലും വിചാരത്തിലും പ്രവൃത്തിയിലും വിശുദ്ധമായ ജീവിതം, വിശുദ്ധമായ ചിന്തകൾ കൊണ്ട് നിറയ്ക്കും. 2 ചിന്തകൾ വരുമ്പോൾ ഉടനടി മനസ്സിലാക്കി വെച്ച് ദൈവത്തിൻ്റെ അല്ലാത്തതിനെ കരിച്ചു കളയാൻ ദൈവത്തിൻ്റെ തീ, അഗ്നി, ഇഗ്നേഷ്യസ് ദൈവത്തിൻ്റെ തീയിറക്കി കരിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവേ, ദുഷ്ടനെ കരിച്ച് കിദ്രോൻ തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞ ദൈവം ഇന്നും നിൽപ്പുണ്ട്. നീ ഞങ്ങളുടെ രക്ഷകനായിട്ട് മുന്നിൽ നിൽക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ, ആമേൻ.